തുർക്കിയുടെ നേതൃത്വത്തിൽ ഈ വെസ്റ്റ് ഏഷ്യയിൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ വെറും ഒരു ഡിഫൻസ് കരാറായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. തുർക്കി കൂടുതൽ രാജ്യങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ഇസ്ലാമിക് നാറ്റോയിൽ ജോയിൻ ചെയ്യാം എന്ന് പറയുകയാണ്. ശരിക്കും എന്താണ് തുർക്കിയുടെ പ്രശ്നം? സത്യത്തിൽ തുർക്കി വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം തുർക്കി ഭയപ്പെടുന്നത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും വളർച്ചയുമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ആരും അതിശയോക്തിയായിട്ട് കാണണ്ട. ചില സംഭവങ്ങൾ നമ്മൾ ഗൗരവത്തോടെ അറിയേണ്ടതുണ്ട്. എല്ലാം തുടങ്ങുന്നത് G20 ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുമ്പോഴാണ്. ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടിയിൽ എർദോഗനും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ആ G20 ഉച്ചകോടിയിൽ ഇന്ത്യയും അമേരിക്കയും യൂറോപ്പും ഗൾഫിലെ ചില രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. എല്ലാവരും ഇപ്പം മറന്നിരിക്കുകയായിരിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ആ പ്രഖ്യാപനത്തിൽ തുർക്കി ഉണ്ടായിരുന്നില്ല. പകരം ഇന്ത്യ തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലൂടെ ഇസ്രയേൽ വഴി യൂറോപ്പുമായി കണക്ട് ചെയ്യുന്ന ഒരു വ്യാപാര പാതയാണ് തുടങ്ങാൻ ആഗ്രഹിച്ചത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദൽ അതേസമയം തന്നെ തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്പും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യാപാര പാത. തുർക്കിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ കിടപ്പാണ്. ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് ഒരു പാലം പോലെയാണ് തുർക്കി കിടക്കുന്നത്. ഏഷ്യയെ യൂറോപ്പുമായിട്ടും യൂറോപ്പിനെ ഏഷ്യയുമായും കണക്ട് ചെയ്യുന്ന പാലം. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തുർക്കി ആ നിലയ്ക്കാണ് വളർന്നിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന ഒരു വ്യാപാര പാത ഗൾഫ് രാജ്യങ്ങളിലൂടെ ഈ തുർക്കിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രയേൽ വഴി കടന്നു പോവുക എന്ന് പറയുന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് എർദോഗൻ അതിനെതിരെ പരസ്യമായി പ്രതികരിച്ചു. തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വ്യാപാര പാതയും ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് അന്ന് എർദോഗൻ പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും അതിനെ പരിഹസിച്ച് കളയുകയാണ് ചെയ്തത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊന്ന് സംഭവിച്ചു. ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണം. ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തുന്നു. വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ലോകത്തത് ഉണ്ടാക്കിയത്. തുടർന്ന് പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നു. പെട്ടെന്ന് എന്തുകൊണ്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. അവിടെ അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഞാൻ വളരെയധികം കൺവിൻസ്ഡ് ആണ്. കാരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആയിരിക്കാം ഹമാസിന്റെ ആക്രമണത്തിലേക്ക് നയിച്ച സംഭവം. ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കാൻ കാരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണെന്ന് ബൈഡൻ വിശ്വസിച്ചിരുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വ്യാപാര പാത നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ലോകത്തുണ്ട്. അതിനകത്ത് ഈവൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിട്ട് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യാപാര പാത ഗൾഫിലൂടെ നേരെ യൂറോപ്പുമായിട്ട് ബന്ധിപ്പിച്ച് അമേരിക്കയെ കൂടെ അതിന്റെ ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ അത് ചൈനയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നേരത്തെ പറഞ്ഞു നമ്മൾ തുർക്കിയുടെ കാര്യം. ചരിത്രപരമായി ഏഷ്യയും മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാത തുർക്കിയാണ്. എന്നാൽ ഐമെക് പാത ഇന്ത്യ, UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രയേൽ, ഗ്രീസ്, യൂറോപ്പ് എന്നീ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് തുർക്കിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാൽ കോടിക്കണക്കിന് ഡോളറിന്റെ നികുതി വരുമാനവും യൂറോപ്യൻ വ്യാപാരത്തിന് മേലുള്ള തുർക്കിയുടെ സ്വാധീനവുമാണ് നഷ്ടമാവുന്നത്. ഈ വ്യാപാര പാതയെ ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളും എതിർക്കുകയും ചെയ്തു. അതിൽ ഇറാനും ഉണ്ട് എന്നതാണ് ഖേദകരമായ വസ്തുത. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഈ വ്യാപാര പാത യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലും ഗൾഫിലെ ചില ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടണം. UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ വ്യാപാര പാത യാഥാർത്ഥ്യമാവുകയുള്ളൂ. കാരണം സൗദിയിലൂടെയും UAEയിലൂടെയും ജോർദാനിലൂടെയും കടന്നു വേണം ഈ പാത ഇസ്രയേലിലേക്ക് എത്താൻ. അവിടെ നിന്ന് വേണം മെഡിറ്ററേനിയൻ കടൽ വഴി ഇതിന് ഗ്രീസിലൂടെ യൂറോപ്പിലേക്ക് എത്താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉൾപ്പെടെയുള്ളവ സ്വാഭാവികമായിട്ട് സംഭവിച്ചാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് ഇറാനും എതിർത്തു. ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഹമാസ് ആക്രമണം നടത്തിയത് ആ സാഹചര്യത്തിലാണ്. പാകിസ്ഥാന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. അവർ ഓൾറെഡി ഇന്ത്യയുടെ ഏത് നേട്ടങ്ങളെയും എതിർക്കുന്നവരാണ്. ഇത് തകരണമെന്ന് തന്നെയാണ് അവരും ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി പിന്നീട് മുന്നോട്ട് പോകാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇറാൻ ഇടപെടുന്നു, മിഡിൽ ഈസ്റ്റ് മൊത്തം യുദ്ധത്തിലേക്ക് പോകുന്നു. അമേരിക്കയും ഇറാനും ഇസ്രായേലും ഒക്കെ ഇപ്പോൾ യുദ്ധത്തിലാണ്. ഹോർമുസ് കടലിടുക്ക് വഴി പോലും ചരക്ക് നീങ്ങാത്ത സ്ഥിതി. ഇന്ത്യയുടെ ചാബഹാർ പോർട്ട് നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം. എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെയും ഇന്ത്യയുടെ വ്യാപാരത്തെയും വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് തുർക്കി വളരെയധികം സന്തോഷിക്കുകയാണ്.
ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐമെക്കിന് പകരം $17 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഇറാഖ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് പദ്ധതിയുമായിട്ട് തുർക്കി മുന്നോട്ട് വരികയാണ്. സോ ഇതിന്റെ പുറകിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള റിലേഷൻ അടക്കം മോശമായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ് പാകിസ്ഥാനും തുർക്കിയും ഒക്കെ. അപ്പൊ സൗദിയെ കൂടെ പിടിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഒരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഐമെക് പ്രോജക്റ്റ് നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ത് വില കൊടുത്തും ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമായേ മതിയാകൂ. മിഡിൽ ഈസ്റ്റിനെ ഏത് വിധേനയും ശാന്തമാക്കിയേ മതിയാകൂ, ഏത് രീതിയിലാണെങ്കിലും. അത് അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ വ്യാപാരത്തെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യക്ക് യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വലിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. കാരണം നമ്മൾ യൂറോപ്പിനോട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമല്ല. അല്ലെങ്കിൽ ഈവൻ ചൈനയ്ക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് പോലും പല സമയത്തും ഇന്ത്യക്ക് കിട്ടില്ല. ചൈനയ്ക്ക് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ വഴിയിട്ട് തീർച്ചയായിട്ടും അവരുടെ ചരക്ക് നീക്കം നടത്താൻ കഴിയും. റഷ്യ വഴി നടത്താം, അവർക്ക് തുർക്കിയുടെ സഹായത്തോടെ നടത്താം. തുർക്കിയും ചൈനയും ഒക്കെ തമ്മിൽ നല്ല ടേംസിലാണ്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത ഉള്ളിടത്തോളം കാലം തുർക്കിയുമായിട്ടൊന്നും ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. തുർക്കി എപ്പോഴും പാകിസ്ഥാന്റെ കൂടെ മാത്രമേ നിൽക്കൂ. അതിന് മതപരമായ കാരണങ്ങളുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയാണ് ഏറ്റവും വലിയ ചലഞ്ച് നേരിടുന്നത്. അപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിലൂടെ ഇസ്രായേൽ വഴി യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി. പക്ഷെ അതിന് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആത്യന്തികമായിട്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്മളാണ്. ഇന്ത്യ ശക്തമാകരുത്, ഇന്ത്യ കൂടുതൽ പവർഫുൾ ആവുന്നതിനെ ഇവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ബൈഡൻ പോയതിനു ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ട്രംപ് സർക്കാർ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ ഐമെക് സ്വപ്നത്തിന് ഒരു വലിയ ആഘാതം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ട്രംപ് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല. കാരണം ട്രംപിന്റെ താല്പര്യങ്ങൾ മറ്റു പലതുമാണ്. അമേരിക്കയിൽ മാനുഫാക്ചറിങ് നടത്തുക, അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അമേരിക്കയ്ക്ക് 10 പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ മാത്രം അയാൾ ചിന്തിക്കുകയാണ്. അത് കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളോ അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലോ അയാൾക്കൊരു പ്രശ്നമല്ല. അയാൾ തീർത്തും ഒരു നാഷണലിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢിത്തമാണ് അയാൾ കാണിക്കുന്നത്. അതാണ് വേറെ കാര്യം. അമേരിക്ക എന്നീ കാണുന്ന സ്വാധീനമൊക്കെ ഉണ്ടാക്കിയത് ഒറ്റയ്ക്കെല്ലാം ചെയ്തിട്ടല്ല. പക്ഷേ ട്രംപിന്റെ പോളിസി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പദ്ധതികൾ മുന്നോട്ട് നീക്കാൻ തടസ്സങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കളുടെ താല്പര്യങ്ങൾ പലതാണ്. തുർക്കിയുടെ താല്പര്യം കേവലം ജമ്മു കാശ്മീരോ അല്ലെങ്കിൽ ഇസ്ലാമിക സ്നേഹമോ അല്ല. അതിലുപരിയായിട്ട് ഇന്ത്യ തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് ശക്തമായ ഒരു രാജ്യമായി വളരുന്നതിലുള്ള അവരുടെ അസംതൃപ്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കി പറഞ്ഞത് യൂറോപ്യൻ യൂണിയനോട് ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ഞങ്ങളെ യൂറോപ്യൻ യൂണിയനിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ്. തുർക്കിയുടെ പദ്ധതി പതിയെ മാറുകയാണ്. തുർക്കി ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഒരു സഖ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തുർക്കിക്ക് നന്നായിട്ടറിയാം കുറച്ചു കാലം കഴിയുമ്പോൾ തുർക്കിക്ക് ചിലപ്പോൾ നാറ്റോയിൽ പോലും തുടരാൻ കഴിഞ്ഞു എന്ന് വരില്ല. പകരം തുർക്കി ഒരു പ്ലാൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്യണം. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷി തുർക്കിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായും സൈനികമായും ശക്തമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ പിടിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് തുർക്കി നടത്തുന്നത്. അത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു തടസ്സമാണ്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും തുർക്കിയുടെ കെണിയിൽ പോയി വീഴില്ല. ഉദാഹരണത്തിന് ഒമാൻ, അതുപോലെ UAE പോലെയൊക്കെയുള്ള ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഇന്തോനേഷ്യ പോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരൊരിക്കലും ഇപ്പോൾ തുർക്കിയുമായി സഹകരിച്ചാലും ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല. ഇവിടെ ഇന്ത്യ നേരിടുന്ന ഒരു ഏറ്റവും വലിയ ചലഞ്ച് സൗദി അറേബ്യ കൂടുതൽ തുർക്കിയുമായും പാകിസ്ഥാനുമായും അടുക്കാതെ നോക്കണം എന്നുള്ളതാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഭരണകൂടമാണെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമാണെന്ന് തോന്നുന്നില്ല. അത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ്. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഭരണകൂടം ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ നമുക്ക് സൗദിയെ ഡീൽ ചെയ്യാൻ പറ്റൂ. സൗദി ഇല്ലാതെ നമ്മുടെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാവുകയുമില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൗദിയെ അകറ്റുക അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ അകറ്റുക എന്നൊരു മിഷൻ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തുർക്കിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.